blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇത് 599 എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഗുജറാത്തിൽ ഗാന്ധിധാമിൽ നിന്നുള്ള ചാക്കോ ആൻഡ് ഫാമിലി, നമുക്ക് ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തെയും കുടുംബത്തെയും അനുഗ്രഹിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ ചേർന്ന് കർത്താവെ ഈ ജെ ചാക്കോയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ പാർക്കിൻസൺസ് ഡിസീസിൽ നിന്ന് സമ്പൂർണ്ണമായ സൗഖ്യം കർത്താവെ നീ നൽകണമേ. വൈഫ് ലീന ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ക്യാൻസർ പരിപൂർണമായി മാറി താൻ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൾ നേഹ ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ മാസം 18-ാം തീയതി വിവാഹം നടക്കുമ്പോൾ ഏറ്റവും മംഗളകരമായി അത് നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. എന്ന് മാത്രമല്ല, ഗാന്ധിധാമിലുള്ള അവരുടെ സഭ വലിയൊരു വളർച്ച കാണാൻ, ഏറ്റവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം എമ്പാടുമുള്ള വ്യൂവേഴ്സിനോട് ചേർന്ന് ഈ സമയത്ത് ഈ കുടുംബത്തെ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you, Chaco and family, for sponsoring today's episode. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി ആദ്യമേ തന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് യേശു ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. മിറക്കിൾസ് ടുഡേയിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. അതിനുശേഷം ഇന്നത്തെ സന്ദേശം നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ശമുവേലങ്കളാണ്, അബ്രഹാം ശമുവേൽ തോപ്പുംപടി എന്ന് വരുന്നത്, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലീഡറും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫെബ്രുവരി 19-ാം തീയതി അദ്ദേഹം ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ സാധിച്ചു. അദ്ദേഹം ചെയ്ത സമയത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അതിൽ പറഞ്ഞിരുന്ന കാര്യം ഇതാണ്: തൻ്റെ മരുമകന് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു വരുമാനം, ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചും കൂടി മെച്ചമായൊരു വരുമാനം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡിൽ സ്പോൺസർ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 20,000 രൂപയിൽ താഴെ മാത്രമേ വരുമാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ എപ്പിസോഡ് വന്നു കഴിഞ്ഞ് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ 18/3/2013 ആയപ്പോഴത്തേക്കും കുവൈറ്റിലേക്ക് പോകാനുള്ളൊരു കാര്യമെല്ലാം റെഡിയായി. പക്ഷേ ഇതിൽ വന്നൊരു മെയിൻ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ വിദേശത്തേക്ക് പോകണമെങ്കിൽ മിക്കവാറും വീട് പണയം വെക്കണം, അല്ലെങ്കിൽ സ്ഥലം വിൽക്കണം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ചെലവ് വന്നത് 2000 രൂപയിൽ താഴെ മാത്രമാണ്. അത്രയും നിസ്സാര ചെലവിന് അവിടെ പോകാൻ സാധിച്ചു. മാത്രമല്ല, അവിടെ ലഭിക്കാൻ പറഞ്ഞിരിക്കുന്ന ശമ്പളം 40,000-ന് മുകളിലാണ്. ഇരട്ടി ശമ്പളത്തിൽ. ഹല്ലേലൂയ. കർത്താവിനെ കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലോ. ഒരുപക്ഷെ വീടുകളിലിരുന്ന് കാണുന്നവരുണ്ടായിരിക്കാം, നിങ്ങൾ കയ്യിൽ നിങ്ങൾക്ക് എവിടെ കൊടുക്കണം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി
എവിടെ കൊടുക്കണം എന്നൊരു പക്ഷെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വിതയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല നിലമാണ് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം. അതുകൊണ്ട് ഇന്ന് തന്നെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാവുക. നിങ്ങളുടെ ചെക്കുകൾ ബ്ലെസ്സിംഗ് ടുഡേ എന്ന പേരിൽ നിങ്ങൾക്ക് എഴുതി നമ്മുടെ അഡ്രസ്സിൽ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. അല്ലെങ്കിൽ 0484422200 എന്ന് പറയുന്ന നമ്പറിലോ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയാൻ സാധിക്കും. എത്ര പേർ കൈകളടിച്ച് ഈ ഒരു അത്ഭുതത്തിനായി നന്ദി പറയും? കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൊണ്ട് നിറച്ചതിനായി നന്ദി പറയുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ഇനിയും ആ മകന്റെ ജീവിതത്തിൽ ചെയ്യണമേ കർത്താവേ. ഇത് തീർന്നില്ല കർത്താവേ, 40,000 തീരരുത് കർത്താവേ, അതിനേക്കാൾ ഉയർന്ന ശമ്പളത്തിലേക്ക് എത്തിച്ചേരട്ടെ. അടുത്തൊരു വർഷത്തിനുള്ളിൽ കർത്താവെ കണക്കെടുക്കാൻ പറ്റാത്തതുപോലെയുള്ള നന്മകളിലേക്ക് വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇതുവരെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിൽ സ്പോൺസർ ചെയ്ത ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ കർത്താവെ, അവരുടെ സാലറിയിൽ വർധനവുണ്ടാകട്ടെ, അവരുടെ ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിൻ നാമത്തിൽ തന്നെ. ജനം ചേർന്ന് ആമേൻ പറഞ്ഞാലോ? ആമേൻ. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന സന്ദേശത്തിൻ്റെ തുടർച്ചയായ ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ജീസസ് ദ ഫ്രീഡം ഗിവർ, സ്വാതന്ത്ര്യം നൽകുന്ന യേശു. ഈ ഒരു സന്ദേശത്തിൻ്റെ 4 എപ്പിസോഡുകൾ നിങ്ങൾ ഇതിനു മുമ്പ് വാച്ച് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ കയ്യിൽ ഇതിനു മുമ്പ് എഴുതിയ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് മറിച്ച് നോക്കുക. യേശു സ്വാതന്ത്ര്യം നൽകുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നെന്നും എങ്ങനെയാണ് കർത്താവ് ആ സ്വാതന്ത്ര്യം വിവിധ മേഖലകളിൽ നമുക്ക് നൽകുന്നതെന്നും നമ്മൾ ചിന്തിച്ചു വരികയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ യേശുവിൻ്റെ പരസ്യമായ ഒരു പ്രഖ്യാപനമുണ്ട്. പിതാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. പല പ്രാവശ്യം നമ്മുടെ എപ്പിസോഡുകളിൽ അത് കൈകാര്യം ചെയ്തിട്ടുള്ളതാണെങ്കിലും ഒരു പ്രാവശ്യം കൂടെ അതിലൂടെ പോകുന്നത് ഇനിയും വിടുതൽ പ്രാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതിൽ 3-4 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതിൽ ഒന്നാമത്തേത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അതിൽ 7 കാര്യങ്ങളാണ് ആ ഭാഗത്ത് വരുന്നത്. ഗോസ്പൽ ഇൻ ആക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. സുവിശേഷം പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. ചുമ്മാ ഒരു വാർത്ത പറയുകയല്ല യേശു. ഞാൻ സാധാരണ എല്ലായ്പ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, അവർ ജീസസ് ഇസ് നോട്ട് എ തിയോറിറ്റിക്കൽ ജീസസ്, ജീസസ് ഇസ് എ പ്രാക്ടിക്കൽ ജീസസ്. പ്രായോഗികമായി പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ വാസ്തവമായും നൽകുന്ന, ചുമ്മാ പറയുക മാത്രമല്ല വാക്കുകൾക്കപ്പുറത്ത് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ യേശു. അതേ തുടർന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നിങ്ങളുടെ നോട്ട്ബുക്കിൽ അത് ഈ സമയത്തൊന്ന് മറിച്ച് നോക്കുക. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നഷ്ടപ്പെട്ടെങ്കിൽ blessingtoday.tv എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അത് പല പ്രാവശ്യം വാച്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ ആദ്യമായിട്ട് ഇത് കാണുന്നവർ ഒരു നോട്ട്ബുക്കിൽ ഇന്ന് കേൾക്കുന്ന സന്ദേശങ്ങളെങ്കിലും എഴുതാൻ തുടങ്ങുക. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ദ ഇയർ ഓഫ് ദ ലോർഡ്സ് ഫേവർ, അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രസാദവർഷം. കർത്താവ് നമ്മൾ പ്രസാദിച്ച് സകല നന്മകളും അനുഗ്രഹങ്ങളും കൃപയാൽ നമ്മുടെ മേൽ, മനുഷ്യവംശത്തിൻ്റെ മേൽ ചൊരിയുന്ന ഒരു കാലഘട്ടം. അതിനെ വിളംബരം ചെയ്യാൻ വേണ്ടിയാണ് യേശു വന്നത്. പിന്നീട് നമ്മൾ കണ്ടു ഫ്രീഡം ഫോർ ദ പ്രിസണേഴ്സ് ഓർ ക്യാപ്റ്റീവ്സ്, തടവുകാർക്കുള്ള സ്വാതന്ത്ര്യം വിളംബരം ചെയ്യാൻ വേണ്ടി യേശു. അടുത്തതായി നമ്മൾ കണ്ടത് ഐസൈറ്റ് ഫോർ ദ ബ്ലൈൻഡ്. ഇതെല്ലാം പല പ്രാവശ്യം വിശദീകരിച്ച് കഴിഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കുരുട്ട് കണ്ണുകൾക്ക് കാഴ്ച നൽകാൻ. കുരുട്ട് കണ്ണുകൾ എന്ന് പറയുമ്പോൾ ഈ മുഖത്തുള്ള കണ്ണുകൾ മാത്രമല്ല, ആത്മാവിൻ്റെ കണ്ണുകൾ. ദൈവമെന്തെന്നോ ആത്മീയ ലോകമെന്തെന്നോ സ്വർഗമെന്തെന്നോ നരകമെന്തെന്നോ ഒന്നും അറിയാതെ ആത്മീയ അന്ധതയിൽ കഴിയുന്ന ജനത്തിന് വെളിച്ചം നൽകാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. 5ാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് റിലീസ് ഫോർ ദ ഒപ്രസ്ഡ്, അല്ലെങ്കിൽ പീഡിതന്മാർക്കുള്ള വിമോചനമാണ്. ജീവിതത്തിൽ ഭയങ്കരമായി ടോർമെൻറ്റഡ് ആകുന്ന ഒത്തിരി മനുഷ്യർ ഇന്നുണ്ട്. ചില വ്യക്തികൾ പീഡിപ്പിക്കപ്പെടുന്നത് പൈശാചിക ശക്തികളാലാണ്.
യേശു തൻ്റെ ശുശ്രൂഷയിൽ ഇത് പ്രായോഗികമായി തെളിയിച്ച പല അവസരങ്ങളുണ്ട്. മേരി എന്നു പേരുള്ള ഒരു സഹോദരി, അവളിൽ 7 ദുർഭൂതങ്ങൾ ഉണ്ടായിരുന്നു. 7 ഭൂതങ്ങളുമായിട്ടാണ് അവൾ ജീവിച്ചിരുന്നത്. പിന്നെ അവളുടെ ആത്മാവ് എല്ലാം കൂടി ചേർന്ന് 8 ആത്മാക്കൾ ഒരുമിച്ചുള്ളൊരു ജീവിതം. പൈശാചിക ശക്തികൾ ഒരു വ്യക്തിയിൽ കയറിക്കൂടിയാൽ ആ വ്യക്തിയെയും ആ വ്യക്തിയിലൂടെ മറ്റുള്ളവരെയും പീഡിപ്പിക്കും. വിവിധ രീതിയിലുള്ള പീഡനങ്ങൾ അഴിച്ചുവിടും. അങ്ങനെ വല്ലാതെ അനേക വർഷങ്ങൾ പീഡിപ്പിക്കപ്പെട്ട, രാത്രിയും പകലും ദുരിതപൂർണമായി തീർന്ന ആ സഹോദരിയെ, ആ സ്ത്രീയെ യേശു തൻ്റെ വാക്കുകൊണ്ട് ആ ഭൂതങ്ങളെ പുറത്താക്കി അവളെ രക്ഷിച്ചു. വേറൊരു അവസരത്തിൽ നമ്മൾ കാണുന്നത് ഗദര എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു ഭൂതഗ്രസ്തൻ ഉണ്ടായിരുന്നു. യേശു അവിടെ ബോട്ടിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങി. ആ വ്യക്തി സെമിത്തേരിയിലൊക്കെ, ശ്മശാനത്തിൽ സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിച്ച് പീഡിപ്പിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ്. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ ആ വ്യക്തി കല്ലറയിൽ നിന്നും ഇറങ്ങി ഓടി വന്ന്, സമയമാകുന്നതിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കുന്നത് എന്ത് എന്ന് അവൻ്റെ അകത്തുള്ള ഭൂതങ്ങൾ, ആയിരക്കണക്കായ ഭൂതങ്ങൾ നിലവിളിച്ചു. യേശു ആ ദുർഭൂതങ്ങളെ മുഴുവൻ തന്നിൽ നിന്നും മാറ്റി തന്നെ സുബോധത്തിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ യേശുവിൻ്റെ ജീവിതകാലത്ത് അനേക ഭൂതഗ്രസ്തരെ യേശു രക്ഷിച്ച ചരിത്രം സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൂടാതെ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടവർ, മാനസികമായി പീഡിപ്പിക്കപ്പെട്ടവർ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വല്ലാത്ത രീതിയിലുള്ള ദണ്ഡനങ്ങൾ അനുഭവിച്ചവരെ യേശു സ്വതന്ത്രരാക്കി. എന്തിനാ ഞാൻ വീണ്ടും വീണ്ടും എപ്പിസോഡുകളിലൂടെ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ചില വ്യക്തികൾക്ക് രാത്രിയിൽ പോലും ഉറങ്ങാൻ കഴിയാതെ പൈശാചിക ശക്തികളാൽ പീഡിപ്പിക്കപ്പെടുന്നവർ ഇന്നുമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കാം. രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല, മാനസികമായി എന്തൊക്കെയോ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതിഭയങ്കരമായ പ്രയാസങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ ഒക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നത് വളരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. യേശുവിന് നിങ്ങളെ പൂർണ്ണമായും സ്വാതന്ത്ര്യം നൽകി വിടുവിക്കാൻ സാധിക്കും. അവനിലാണ് സ്വാതന്ത്ര്യം ഉള്ളത്. ദൈവപുത്രൻ നമ്മുടെ മധ്യത്തിലേക്ക് വന്നത് നമ്മെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ സന്ദേശം തുടർന്നും കേട്ടുകൊണ്ടിരിക്കുക. അപ്പസ്തോല പ്രവൃത്തികൾ 10:38 ഞാൻ കൂടെ കൂടെ ഉദ്ധരിക്കാറുള്ള ഒരു വചനഭാഗമാണ്. നിങ്ങൾക്ക് ഈ സമയത്തൊന്ന് തുറന്ന് നോക്കാം. നിങ്ങളുടെ ബൈബിളിൽ മാത്രമല്ല ആ റെഫറൻസ് ഒന്ന് കുറിച്ച് വയ്ക്കുക. അപ്പസ്തോല പ്രവൃത്തികൾ 10:38 വാക്യം. എന്താണ് അവിടെ കാണുന്നത്? നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അവൻ നന്മ ചെയ്തുകൊണ്ടും ഭൂതങ്ങൾ ബാധിച്ചവരെ വിടുവിച്ചുകൊണ്ടും രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടും സഞ്ചരിച്ചു. അതാണ് വചനത്തിൻ്റെ സാരാംശം. ഇന്നും യേശു ചെയ്യുന്നത്, യേശുവിന് ഒരിക്കലും മാറ്റമില്ലാത്തതുകൊണ്ട് എബ്രായലേഖനം 13:8 നമ്മൾ വായിക്കുന്നത്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ. അതേ യേശു അന്ന് ചെയ്തത് ഇന്നും തുടരുന്നു, പല രീതിയിൽ തുടരുന്നു. ചിലപ്പോൾ ചില വ്യക്തികളിലൂടെ, അല്ലെങ്കിൽ ചില ശുശ്രൂഷകളിലൂടെ, ഇതുപോലുള്ള TV പ്രോഗ്രാമുകളിലൂടെ, വിവിധ മാധ്യമങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇന്നും ഭൂതങ്ങൾ ബാധിച്ചവർ, രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവർ, വിവിധ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ക്ലേശിക്കുന്നവർ, അവർക്കെല്ലാം യേശു ഇന്നും വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ ഇപ്പോഴും യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ കരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അനേകരെ എണ്ണമില്ലാത്തതുപോലെ കർത്താവ് വിടുവിച്ച് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 4:30 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെയാണ്: സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്. ഒരു പ്രാർത്ഥനയാണ്. ആദിമ നൂറ്റാണ്ടിൽ സകലരും ചേർന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ് ടു ഹീൽ and perform miraculous signs and wonders through the name of your holy servant Jesus. അങ്ങയുടെ പരിശുദ്ധദാസനായ യേശുവിലൂടെ, അവൻ്റെ നാമത്തിലൂടെ
നാമം മുഖാന്തരം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കേണ്ടതിന് അങ്ങയുടെ കൈ നീട്ടേണമേ. എന്ന് വെച്ചാൽ യേശു തൻ്റെ കരങ്ങൾ നീട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും ഉണ്ടാകുന്നു. ആ കരം ഇപ്പോഴും നീണ്ടിരിക്കുകയാണ്. He has stretched out his hands. എന്ന് വെച്ചാൽ God's hands are healing hands. God's hands are delivering hands. കർത്താവിൻ്റെ കൈകൾ നീണ്ടു വരുമ്പോൾ ആ കൈകളിൽ രോഗസൗഖ്യവും വിടുതലുകളും സ്വാതന്ത്ര്യവും ഇരിപ്പുണ്ട്. കർത്താവ് പ്രാർത്ഥന കേൾക്കുമ്പോൾ കൈനീട്ടി കഴിയുമ്പോൾ യേശുവിൻ്റെ നാമത്തിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ എൻ്റെ മേലൊരു പ്രത്യേക പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം എനിക്ക് ഫീൽ ചെയ്യുന്നു, സെൻസ് ചെയ്യും. അതിൻ്റെ അർത്ഥം ഈ സമയത്ത് എന്തൊക്കെയോ യേശു ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധദാസനായ യേശുവിലൂടെ ഇപ്പോൾ തൻ്റെ കരങ്ങൾ നീട്ടി രോഗികളെ വിടുവിക്കുന്ന ഒരു സമയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും കടന്ന് വിശ്വസിക്കുക. എൻ്റെ രോഗം കർത്താവ് മാറ്റും. ഒരു പൈശാചിക ശക്തിയാൽ പീഡിപ്പിക്കപ്പെടുന്നൊരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ, മാനസികമായി ദണ്ഡിപ്പിക്കപ്പെടുന്ന അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരൊറ്റ വിളി വിളിച്ചാലും എൻ്റെ യേശുവെ എന്നെ രക്ഷിക്കണമേ, അങ്ങേക്കല്ലാതെ എന്നെ വിടുവിക്കാൻ സാധ്യമല്ല എന്ന് വിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, ഏറ്റുപറയുമ്പോൾ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കും. യേശുവിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: ജീസസ് വാസ് എ പ്രോഫറ്റ്, പവർഫുൾ ഇൻ വേർഡ് ആൻഡ് ഡീഡ്. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ ആയിരുന്നു യേശു. ചുമ്മാ വാക്കിൽ മാത്രമല്ല, വാക്കുകൊണ്ട് സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ യേശുവിൻ്റെ പ്രത്യേകത, വാക്കുകളിൽ അവൻ്റെ ശുശ്രൂഷ ഒതുങ്ങിയില്ല. He came into real problems with real solutions. മനുഷ്യൻ്റെ പ്രശ്നങ്ങളിലേക്ക് ശരിയായ പരിഹാരവുമായി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചവനാണ് യേശു. ഞാനിത് പറയുമ്പോൾ യേശു പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ അകത്തേക്ക് ഇറങ്ങി അതിൽ പ്രവർത്തിച്ച് ഒരു വലിയ അത്ഭുതം ചെയ്ത് പുറത്ത് കൊണ്ടുവരാൻ യേശുവിന് സാധിക്കും. ചിലരൊക്കെ വിചാരിക്കുന്ന യേശു 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഒരാളല്ലേ, ഇന്ന് യേശുവിന് എന്ത് ചെയ്യാൻ സാധിക്കും? യേശുവിൻ്റെ പ്രത്യേകത, യേശു നിത്യനായ ഒരു രക്ഷകനാണ്. യേശു ഭൂമിയിൽ നിന്നും തൻ്റെ ശരീരം ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നിട്ട് പോയെങ്കിലും യേശു ശക്തിയോടെ ഇന്നും തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അന്ന് ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുണ്ട്. ഏത് കാര്യത്തിനും യേശു ഏത് സമയത്തും വന്ന് പ്രവർത്തിക്കുവാൻ ശക്തനാണ്. നിങ്ങളുടെ ജീവിതം ഇരുളടഞ്ഞു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആറാമതായി യേശു സ്വാതന്ത്ര്യം നൽകുന്ന അടുത്തൊരു മേഖലയാണ് ഹോപ്പ് ഫോർ ദ ബ്രോക്കൺ ഹാർട്ടഡ്. എന്ന് വെച്ചാൽ ഹൃദയം നുറുങ്ങിയവർക്ക് ഒരു പ്രത്യാശ, ഒരു പ്രതീക്ഷ യേശുവിൽ ഉണ്ട്. കാരണം യേശു ഈ ഭൂമിയിൽ വന്ന് കഷ്ടം സഹിക്കുമ്പോൾ അവൻ 3 തലങ്ങളിലാണ് കഷ്ടം സഹിക്കുന്നത്. ഒന്ന്, യേശു കഷ്ടം സഹിച്ച തലം എന്ന് പറയുന്നത് ശരീരത്തിൽ കഷ്ടം സഹിച്ചു. തൻ്റെ ശരീരം പടയാളികൾ ചാട്ടവാറുകൊണ്ട് അടിക്കുകയും കുന്തം കൊണ്ട് കുത്തുകയും ക്രൂശിക്കുകയും ശരീരം മുഴുവൻ, തൻ്റെ മാംസം മുഴുവൻ നുറുങ്ങി ഇഞ്ചിഞ്ചായി യേശു വേദന സഹിച്ചു. ഏശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായം 5-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ജീസസ് സഫേർഡ് ഇൻ ദ ബോഡി ഫോർ ദ ഹീലിംഗ് ആൻഡ് റിഡംഷൻ ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനും ശരീരത്തിൻ്റെ സൗഖ്യത്തിനുമായി യേശു തൻ്റെ ശരീരത്തിൽ കഷ്ടം സഹിച്ചു. തീരുന്നില്ല. അടുത്തതായി യേശു കഷ്ടം സഹിച്ചത് മനസ്സിലാണ്. യേശുവിൻ്റെ മനസ്സ് അതിഭയങ്കരമായി വേദനയിലൂടെ, ആഗ്നിയിലൂടെ പോയി.
അതിൽ ആ വാക്യം ഒന്ന് കുറിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 44-ാമത്തെ വാക്യം. അവിടെ നമ്മൾ കാണുന്നത് ജീസസ് സഫേർഡ് ഇൻ ദ മൈൻഡ് ഫോർ ദ ഡെലിവറൻസ് ആൻഡ് റിഡംഷൻ ഓഫ് അവർ മൈൻഡ് അറ്റ് ഗെത്സമനെ. ഗെത്സമൻ തോട്ടത്തിലാണ് യേശു കഷ്ടം സഹിക്കുന്നത്. പ്രാണവേദന പോലെ തൻ്റെ അകം മുഴുവൻ വേദന കൊണ്ടും മാനസികമായ സംഘർഷം കൊണ്ടും അതിഭയങ്കരമായൊരു മനോവ്യഥയിലൂടെ യേശു പോയി. എന്തിനെന്നറിയാമോ? നമ്മുടെ ഹൃദയം നുറങ്ങുമ്പോൾ, മനസ്സ് തകരുമ്പോൾ അതിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മാനസികമായി തകർന്നിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒത്തിരി വേദനകൾ, ഒരു 10-20 ടൺ ഭാരം മനസ്സിൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, യേശു സഹിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. തീർന്നില്ല. മൂന്നാമതായി ഹി സഫേർഡ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ യേശു സഹിച്ചു. ഫോർ ദ സാൽവേഷൻ ആൻഡ് റിഡംഷൻ ഓഫ് അവർ സ്പിരിറ്റ്. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 45-46 വാക്യങ്ങളിൽ ക്രൂശിൽ യേശു ആത്മാവിൽ അവൻ സഹിച്ച കഷ്ടം, അത് നമ്മുടെ ആത്മാവിൻ്റെ വിടുതലിന് വേണ്ടി. ഇങ്ങനെ 3 മണ്ഡലങ്ങളിൽ യേശു കഷ്ടം സഹിച്ചു. ഞാൻ ഈ സന്ദേശം നാളെ തുടരും. ഓർക്കുക, ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സ്വാതന്ത്ര്യം നൽകുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഇന്നത്തെ ഈ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് കാണുന്ന ഓരോ വ്യക്തിക്കുമായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വലിയ സൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ. മഞ്ജു എന്ന പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ആസ്മാറ്റിക് പ്രോബ്ലം, വലിവിൻ്റെ ആ രോഗം, ആസ്മ രോഗം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിനോടനുബന്ധിച്ചുള്ള മറ്റു ചില രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ സഹോദരിയെ വിട്ട് പോകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഒരു കാലിൻ്റെ പാദത്തിൽ നീര് വന്ന് വീർത്തിരിക്കുന്നൊരു വ്യക്തി, യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹെർണിയ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ രോഗങ്ങൾ എന്തായിരുന്നാലും ഏത് രോഗവും സൗഖ്യമാക്കാൻ യേശുവിന് സാധിക്കും. ഈ സ്ക്രീനിലേക്ക് വിശ്വാസത്താൽ കൈനീട്ടി പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെടുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വാഗ്ദത്തമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം എല്ലാവിധ രോഗങ്ങളുടെ മേലും ഒരു സൗഖ്യത്തെ അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ സന്ദേശം നാളെ തുടരും. മറ്റുള്ളവരോട് കൂടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയണം. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: എന്തിനു വേണ്ടിയാണ് യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചത്? വൈ വാസ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സെന്റ് ഫ്രം ഗോഡ്? ഓപ്ഷൻസ്: എ, വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ; ബി, ജാതികൾക്ക് മുൻപിൽ സാക്ഷിയായി; സി, യഹൂദന് മുൻപിൽ സാക്ഷിയായി; ഡി, പരിശുദ്ധാത്മാവിന്റെ സാക്ഷിയായി.
നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് VT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരമായി വയ്ക്കുന്നവർക്ക് OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ നൽകുന്നതാണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 4222 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.